ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അവർ കാനഡ. എല്ലാവരും എന്ത് പറയണു? സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് തിരികെ ഈ 2 ആഴ്ച മുമ്പ് വന്നു. ഏകദേശം 4 മാസം മുകളിൽ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരികെ വരേണ്ട സാഹചര്യം വന്നു. 4 മാസത്തോളം ഞാൻ നാട്ടിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമായിരുന്നു. കൂടാതെ തന്നെ ഒട്ടനവധി സ്ഥലങ്ങളിൽ പോയി കേട്ടോ. ഞാൻ ഒട്ടനവധി സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സൈഡ് തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മുടെ തൃശ്ശൂർ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, ഊട്ടി, അങ്ങനെ അങ്ങോട്ട് കുറേ ദൂരം പോയി. പിന്നെ വാരണാസി, ലക്ഷദ്വീപ്, പിന്നെ തായ്ലൻഡ്, ബാങ്കോക്ക്, അങ്ങനെയുള്ള റൂട്ടുകളെല്ലാം പോയി. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ആ തായ്ലൻഡ് വീഡിയോ ഞാൻ ഇട്ടിരുന്നു. പിന്നെ അതിന് ശേഷം എനിക്ക് ഇടാൻ പറ്റിയില്ല. അതും എല്ലാം എന്നാ പറയുക, പല ഇതായിട്ടൊക്കെ ഇട്ട് അത് നാട്ടിൽ നിന്ന് പോയതിന് ഏകദേശം ഒരാഴ്ച മുമ്പ് ഞാൻ പോയതായിരുന്നു കേട്ടോ. അതിനുശേഷം ഇവിടെ വന്നിട്ട് 2 ആഴ്ച മുമ്പ് ഇവിടെ വന്ന് 3 ആഴ്ചയായപ്പോൾ വന്നിട്ട് അതിനുശേഷം ഞങ്ങൾ USA യാത്ര ചെയ്തു. എൻ്റെ മൂത്ത ചേട്ടന് സാൻ ഫ്രാൻസിസ്കോയിലുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങോട്ട് ഞാനും റോസ്മിയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കാറിന് ഒരു നീണ്ട യാത്ര അങ്ങോട്ട് ചെയ്തു. വണ്ടി ഓടിച്ചാണ് പോയത്. ഒരു 4 ദിവസം എടുത്ത് ഇങ്ങോട്ട് ഞങ്ങൾ 3 ദിവസം കൊണ്ട് വന്നു. എല്ലാ ദിവസവും ഞങ്ങൾ ക്യാമ്പ് ചെയ്താണ് USA പോയത് കേട്ടോ. അതും അടിപൊളി യാത്രയായിരുന്നു. ഈ യാത്രകൾ വാരണാസി, ലക്ഷദ്വീപ്, ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒട്ടനവധി ആൾക്കാരെ കണ്ടു, ഒട്ടനവധി ഈ സാഹചര്യത്തിലൂടെ പോയി. പിന്നെ ഞങ്ങൾക്ക് പണ്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പണ്ട് പറഞ്ഞില്ലേ, അതിൻ്റെ എല്ലാം എടുത്തു വെച്ചു. പക്ഷേ എനിക്ക് എന്നാ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ യാത്ര ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം എപ്പോഴും രാത്രിയിലാണ് വന്ന് കയറുന്നത്. അപ്പം നാട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനാണെങ്കിൽ എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. വൈകിട്ട് വന്ന് ഒരു സമയമാണ് കയറുന്നത്. പിന്നെ ഞാനും ഇവളും അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എടുത്ത വീഡിയോകളൊന്നും ഒരു പലതും തുടക്കവും ഇല്ല, ആരംഭവും ഇല്ലാതെ അങ്ങനെയൊക്കെ എടുത്തത്. അതാണൊന്നും എനിക്കത് ശരിക്കും എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഏതായാലും മുന്നോട്ടത് ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം നാട്ടിൽ ഞാൻ പോയത് കുറേ ഉദ്ദേശം കൂടിയായിരുന്നു. ഞാൻ സ്കൂളുകളെക്കുറിച്ചും ഇല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്കൂള് അല്ലെങ്കിൽ നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യണമെന്നൊരു ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ തിരികെ പോകേണ്ട സാഹചര്യമാണ് വന്നത്. അതിനെക്കുറിച്ചൊക്കെ മുന്നോട്ട് ഞാൻ പറയാം കേട്ടോ. പിന്നെ ഞാൻ USA പോയതും ഇല്ലെങ്കിൽ അതൊക്കെ ക്യാമ്പ് ചെയ്ത് പോയത് നല്ല ഒട്ടനവധി കാഴ്ചകൾ കേട്ടോ. ഒട്ടനവധി കാഴ്ചകൾ കണ്ടു. 4 ദിവസം തന്നെ വണ്ടിയെ തന്നെയായിരുന്നു. ഞാനും ഈ പിള്ളേരും അമ്മയുണ്ട്. പിന്നെ എൻ്റെ അമ്മേനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയും യൂസിന് പോകുന്നതായിരുന്നു ചേട്ടൻ്റെ അടുത്ത്. ഞങ്ങളത് ബോർഡർ വഴിയൊക്കെ പോയതും ഇല്ലെങ്കിൽ ഒട്ടനവധി കാഴ്ചകൾ കണ്ടതിൻ്റെ വിശേഷവും നാട്ടിലെ വിശേഷമൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് ഒട്ടനവധി പണികളൊക്കെ ഉണ്ടായിരുന്നു. ഒട്ടനവധി ചെയ്ത് തീർക്കാൻ വേണ്ടി എല്ലാം ഞാൻ ഇപ്പം കൊണ്ടുവന്ന ലോഡൊക്കെ ഞങ്ങൾ കുറച്ച് നേരം മുമ്പ് ഇറക്കിയതേ ഉള്ളൂ. യൂസിനെ പോയിട്ട് വന്നതിനെ നമുക്ക് കാണിക്കാം കേട്ടോ. അങ്ങോട്ട് അടുത്തേക്ക് പോകാം നമുക്ക്. പിള്ളേരും എല്ലാം ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടി? നമ്മുടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? USA യാത്രയൊക്കെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? വാ നമുക്ക് അകത്തേക്ക് പോവാം. അകത്ത് അമ്മയൊക്കെ ഉണ്ട്. അമ്മേനെ ഒന്ന് കണ്ടേക്കാം. ഞാൻ കണ്ടോ വണ്ടിയുടെ മുകളിൽ ഇതൊക്കെ കരിയറൊക്കെ പിടിപ്പിച്ച് ഫുൾ ലോഡായിരുന്നു കേട്ടോ. ഈ വണ്ടി കൊണ്ടാണ് പോയത്. വണ്ടിക്കകത്തൊന്നും ഒരു മുട്ടുസൂചി ഇടാനുള്ള ഇടയില്ലായിരുന്നു. ഇനി നമുക്കിവിടെ എല്ലാം ഒതുക്കണം. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. പിള്ളേർക്കുള്ള ഒരു കളിസ്ഥലമൊക്കെയാണ്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ 5 മാസത്തോളം ഞങ്ങൾ കുടുംബം എല്ലാം പോയി നാട്ടിൽ നിന്നിരുന്നു. ഇത്തവണ ഞാനും ഇവിടെ മാത്രമേ പോയുള്ളൂ. ഞാൻ ഏകദേശം 4 മാസം മുകളോളം ഞങ്ങൾ നിന്നു കേട്ടോ. അപ്പം കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയും എല്ലാം കൂടി മിക്സ് ചെയ്ത് മിക്കവാറും ഞാൻ ഇടാം. ഞങ്ങൾ റോസ്മിയും ഇതൊക്കെ ഞാൻ പറയാം, വീഡിയോക്കകത്ത് വോയിസ് ഓവറൊക്കെ കൊടുത്തിടാം. സമയം കിട്ടാത്തതുകൊണ്ടായിരുന്നു. ഇത് അമ്മയാകത്തുണ്ട് കേട്ടോ. അമ്മ എന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്ന് നോക്കാം. ഫ്രൈഡ് റൈസ് വേണ്ടെന്ന് തോന്നുന്നു. അന്നേരം മുന്നോട്ട് കിടന്നേ. വീടെല്ലാം വൃത്തികേടായിട്ട് കിടക്കുക. ഞങ്ങൾ യാത്രയില്ലായിരുന്നോ? വേണ്ടമ്മ. അമ്മ എന്നാ ഉണ്ട്? ഇതന്നെ അമ്മ ഉണ്ടാക്കുന്നേ? ഫ്രൈഡ് റൈസ് വേണ്ടേ? അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ വന്നിട്ട് നമ്മൾ 2-3 ആഴ്ചയല്ലേ? മൂത്ത മോനെ പോയി കണ്ടു അല്ലേ? അടിപൊളിയൊക്കെ. എങ്ങനെ യാത്രയൊക്കെ, കാർ യാത്രയൊക്കെ ഉണ്ടായിരുന്നു? തിരിച്ചു അടുത്തു അല്ലേ? അതിൻ്റെ വിശേഷങ്ങളൊക്കെ വരാം. അമീലിയ ഇവിടെ എങ്ങാണ്ടും ഉണ്ട്. അമീലിയോട് നമുക്ക് ചോദിക്കാം. വീട് കണ്ടോ? എല്ലാം മെസ്സപ്പ് വേണേ. എല്ലാം പിള്ളേർക്ക് അങ്ങ് കൊടുത്തേക്കുക. പിള്ളേരങ്ങ് തകർത്ത് പറഞ്ഞ് അല്ലേ വേണ്ടേ? അമീലിയ എവിടെയാ? എവിടെ? അല്ല അവിടെ ഉണ്ടോ? എങ്ങനെയുണ്ടായത് നമ്മുടെ യാത്രയൊക്കെ? യൂസിന് പോയതൊക്കെ അടിപൊളിയായിരുന്നല്ലേ? ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലായിരുന്നോ ക്യാമ്പ് ചെയ്തല്ലേ? ഓക്കെ. വന്ന് ലഗേജ് എല്ലാം വേണ്ടേ ഇവിടെ
അടുക്കി പെറുക്കി വെച്ചേക്കുന്നത്. ഇതൊന്നും അല്ല ലോഡ് കേട്ടോ, ഇത് പകുതി ഭാഗങ്ങൾ ഞങ്ങൾ മാറ്റി. ലോഡ് എന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്ത് നിറയെ ലോഡുകളായിരുന്നു കേട്ടോ. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. അപ്പം വേണ്ടേ ഇവിടെ പുല്ലൊക്കെ വെട്ടിയിട്ടാണ് ഞാൻ പോയത്. തിരിച്ചു വന്നപ്പോൾ ഇത് നല്ല മഴയായിരുന്നു ഞങ്ങൾക്ക് ഇത്തവണ കേട്ടോ. നല്ലപോലെ ഇത്തവണ മഴ കിട്ടി. വെള്ളപ്പൊക്കമൊക്കെ നാട്ടിലെ പോലെ തന്നെ പല സൈഡിലും ഇവിടെയൊക്കെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. പരമാവധി സ്പീഡ് എഡിറ്റ് ചെയ്ത് വിടാൻ നോക്കട്ടെ. പിന്നെ അതിനൊരു ചിലതിനൊക്കെ പ്രോപ്പറായിട്ട് എല്ലാ വീഡിയോ ഒന്നും എടുത്തേക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഞാനും റോസ്മി എല്ലാം കഴിഞ്ഞ കൊല്ലം നാട്ടിൽ പോയതിൻ്റെയും ഇല്ലെങ്കിൽ ഇത്തവണ ഞാൻ പോയതിൻ്റെയും അന്ന് ഞങ്ങൾക്ക് പണ്ട് ബിസിനസ് ഉണ്ടായെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കൊല്ലം ഞങ്ങളത് തീർത്തു. അത് വിറ്റു ഇല്ലെങ്കിൽ അത് പരിപാടികളെല്ലാം നിർത്തി ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വിറ്റതിൻ്റെ കാര്യങ്ങളും ഇല്ലെങ്കിൽ ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതും ഇല്ലെങ്കിൽ യാത്രയൊക്കെ വാരണാസിയിൽ പോയി അടിപൊളിയായിരുന്നു. ഒട്ടനവധി യാത്രകൾ ചെയ്തതിൻ്റെ ഒന്നും പറയാനില്ല. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് വരാം. പിള്ളേർ രണ്ട് വെള്ളം തുടങ്ങി കേട്ടോ. എന്നാൽ പിന്നെ ബായ്.